എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ചില കാര്യങ്ങൾ പറയാതെ മുന്നോട്ടേക്ക് പോകുന്നത് എനിക്ക് പേഴ്സണലി പറ്റാത്ത ഒരു സംഗതിയാണ്. എനിക്ക് ചെറിയ രീതിയിൽ എവിടെയൊക്കെയോ ഈ എത്തിക്സിൻ്റെ പ്രശ്നവും അതേപോലെ തന്നെ ചെറിയ എവിടെയൊക്കെയോ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എന്ന് അറിയാതെ തോന്നിപ്പോവും. ഈ ബിഗ് ബോസിൻ്റെ കാര്യത്തിലൊക്കെ കാര്യം ഇത് പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വ്യൂ ആണെങ്കിൽ പോലും ഒരു 1000-1200 രൂപയൊക്കെ കിട്ടും. ഇപ്പോൾ ലൈവൊക്കെ കണ്ടിട്ട് ഒരു 4 അപ്ഡേറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5-8 രൂപ ഉണ്ടാക്കാനായിട്ട്, ഒരു 8000 രൂപയൊക്കെ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ 5000 രൂപ ഉണ്ടാക്കാനായിട്ട് ഒരു പാടുമില്ല. ഈ 8 രൂപ സാധ്യതയെ മാറ്റി നിർത്തി 2000 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നത് എനിക്ക് പൈസയ്ക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ കടങ്ങളില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന്, നമ്മളുടെ മനസ്സമാധാനത്തിന്, നമ്മുടെ ക്വാളിറ്റി ടൈമിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങളിൽ പല ആളുകളെയൊക്കെ പോലെ തന്നെ ഒത്തിരിയധികം പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ സമാധാനം കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മുടെ ഫ്യൂച്ചറിനെ കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ ഒരു പ്രായത്തിൽ പൈസയ്ക്ക് ഇത്രയധികം ആവശ്യമുള്ള ഞാൻ ആ ഒരു സാധ്യത, പൈസ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത മാറ്റി വെച്ചിട്ട് വൈകിട്ട് ഇത്ര സമയം മാത്രമേ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യം നിങ്ങളിൽ പല ആളുകളും കണക്കിലെടുക്കേണ്ടതുണ്ട്. ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും ഒക്കെ പലപ്പോഴും ഈ ഫുൾ ലൈവൊക്കെ കാണാനായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യും. അവരുടെ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും. പക്ഷേ എനിക്ക് അവരോട് ദയവേത് പറയാനുള്ളത്, നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കരുതേ. 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ നിങ്ങളൊരു റിയാലിറ്റി ഷോ, അതും പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് നഷ്ടമാണ്. നിങ്ങൾക്ക് തൊഴിലില്ലായിരിക്കാം, നിങ്ങൾക്ക് തൊഴിലില്ല, നിങ്ങൾക്ക് ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ട് എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ സമയം വേറെ കുറേയധികം ആളുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാമെന്ന് കരുതുന്നത് ശരിയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ലൈഫിൽ വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് കുറേയധികം പ്രിവിലേജസ് ഉണ്ട്, അതുകൊണ്ടിരുന്ന് കാണാം എന്ന് വിചാരിച്ചാലും അത് മറ്റുള്ള കുറേയധികം ആളുകളുടെ കച്ചവടത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതിൽ എന്ത് ലാഭമാണുള്ളത്? നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ഇതിൽ നിന്ന് കിട്ടില്ല. അത് ഷുവറായിട്ടുള്ള സംഗതിയാണ്. നമ്മൾക്കാർക്കും ഇതിൽ നിന്ന് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് കിട്ടില്ല. നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഒരു കുറച്ച് ഭാഗം മാത്രമാണ്. നമുക്കെല്ലാവർക്കും റിയൽ ഫ്രണ്ട്സ് ഉണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, കോൺഫ്ലിക്റ്റുകളുണ്ട്. എന്നിട്ട് നമ്മൾ കോൺഫ്ലിക്റ്റുകൾ കാണാൻ വേണ്ടി നമ്മൾ പേ ചെയ്യുകയാണ്. ഒരു ദിവസം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം എന്നുള്ളതല്ലാതെ ദയവ് ചെയ്ത് നിങ്ങളിത് മുഴുവനായിട്ടൊരു പണിയാക്കി മാറ്റരുതേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗുണമുണ്ട്. എനിക്കിത് പറയാതിരുന്നു കഴിഞ്ഞാൽ വളരെ ലാഭമാണ്. വൈകിട്ട് 1 മണിക്കൂർ കുറേ റിവ്യൂ ചാനലുകൾ, കുറേ ഗ്രൂപ്പുകൾ, ഇതിൽ ഡിസ്കഷൻസൊക്കെ കണ്ടിട്ട് ഈ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭംഗിയായിട്ടൊരു എപ്പിസോഡ് അടിച്ചിട്ട് പോകാം. നിങ്ങളോട് ഞാനിതൊന്നും കാണുന്നില്ല എന്ന് പറയേണ്ട ആവശ്യം കൂടിയില്ല. പക്ഷേ ഞാനത് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെന്തോ ഈ യങ്സ്റ്റേഴ്സും ടീനേജേഴ്സും ടൈം വേസ്റ്റാക്കി കളയുന്നത് കാണുമ്പോൾ വല്ലാതൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. ചില ആളുകൾ പറയും ലൈവിൽ കുറേയധികം കാര്യങ്ങൾ മിസ്സാകുന്നു, എപ്പിസോഡിലാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ. പ്രിയ മക്കളെ, ഈ എപ്പിസോഡിൽ കുറേ സാധനം കട്ട് ചെയ്തിട്ടാണ് വരുന്നത് എന്നൊക്കെ കാലങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് കണ്ടസ്റ്റൻസായിട്ട് അവിടെ പോയിട്ടുള്ളത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു ലാഭമില്ല. അതൊക്കെ നോക്കിയിട്ട് ഇതിൽ ഫെയറായിട്ട് വോട്ട് ചെയ്ത് അവരെയൊക്കെ വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇനി ഫെയർ അല്ലാത്ത ആളുകളൊക്കെ വോട്ട് ചെയ്തിട്ട് അൺഫെയർ ആയിട്ടുള്ള വിജയികളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് ആൾക്കാർ മടുത്തിട്ട് പോവാണ്ടിരുന്നോളും. എന്നാലും നമ്മളെ ബാധിക്കില്ല. എന്തിനാണ് ഈ അനാവശ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് സമയം കളയുന്നത്? ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ എപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ എനിക്ക് പകൽ കുറേ ദിവസങ്ങളായിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട്, ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. വെറുതെ AC ഒക്കെ ഇട്ടിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ഇതൊക്കെ കാണുക, അങ്ങ് ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ കണ്ടങ്ങ് ആസ്വദിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ വിചാരിക്കില്ല. കാരണം അതിനകത്ത് ഒരു ആസ്വാദനം കിട്ടുന്നില്ല. അതേപോലെ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ ക്വാളിറ്റി അത് ബാധിക്കും കാര്യമായിട്ട് തന്നെ. ഞാനത് പറഞ്ഞത് 1-2 ആളുകൾ പേഴ്സണലി മെസ്സേജ് അയച്ചതുകൊണ്ടാണ്. അവരിൽ പല ആളുകളും വിചാരിക്കുന്നത് അതെന്തോ വലിയ സംഭവമാണ്, ഇതിനകത്ത് എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുന്നതും ഇത് ഇങ്ങനെ എപ്പിസോഡിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി പറയുന്നു. അതൊന്നും ഒരു സംഭവമല്ല. റിയാലിറ്റി ഷോ അല്ലേ,
അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് മാത്രം കണക്കിലാക്കിയാൽ മതി. ഞങ്ങൾ കുറേയധികം ആൾക്കാരുണ്ട്, അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നെപ്പോലെ കുറേയധികം പഴഞ്ചന്മാരും അരസികന്മാരുമായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുങ്ങൾക്കൊക്കെ വൈകിട്ട് ഒരു മണിക്കൂർ കൂടുതലൊന്നും ഈ പരിപാടിക്ക് വേണ്ടി മാറ്റി വയ്ക്കാനിടില്ല. അത് നിങ്ങൾക്ക് ഫോണൊക്കെ ഉണ്ടാവും. അത് വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എപ്പിസോഡൊക്കെ കണ്ടിട്ട് അവർക്ക് എന്താണോ തോന്നി അതനുസരിച്ചിട്ട് വോട്ടൊക്കെ ചെയ്യും. റിസർച്ച് ഒന്നും ചെയ്യാനായിട്ടുള്ള ബോധമില്ല കുട്ടികളെ എന്നുള്ളത് ചിന്തിക്കുക. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്തത് അനിമോളുടെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അത് ഇത്തിരി വേദനാജനകമായി പോയി. വളരെ നേരത്തെ ആയിപ്പോയി. കുറച്ചും കൂടെയൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുകയായിരുന്നു എന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ മുന്നോട്ടേക്ക് വരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനുമോൾ. ഈ ജിസേൽ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെതിരെ നിൽക്കാനായിട്ട് ഇത്തിരിയെങ്കിലും ത്രാണിയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് അനുമോൾ മാറി വരികയായിരുന്നു. അനുമോളിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അനുമോൾ ഇന്നലെ ആണുങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞ മൊണ്ണ പരാമർശം വളരെയധികം ശരിയാണ് എന്ന് എനിക്ക് ഇന്നത്തെ എപ്പിസോഡും അതേപോലെ തന്നെ ലൈവിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കണ്ട സമയത്ത് തോന്നി. അക്ബറൊക്കെ എന്തൊട്ട് തോൽവിയായി മാറിയിരിക്കുന്നു. അതേപോലെ അപ്പാനി ശരത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആ ഒരു അടി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഇത് വ്യക്തിവൈരാഗ്യം തീർക്കലാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്തൊരു കോമഡിയാണ്. ശരിക്കും വ്യക്തിവൈരാഗ്യം തീർത്തത് അനുമോൾക്കെതിരെ അപ്പാനിയൊക്കെയാണ്. അനീഷിനെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അനീഷിൻ്റെ ഗെയിം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമായിരുന്നു. അപ്പോൾ സഹായികളെ തിരഞ്ഞെടുത്തതാണ് അവർ. സഹായികൾക്ക് അതിൽ കൂടുതൽ വലിയ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ നല്ല ഗെയിം കണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്തു. ഇവർക്ക് ഗെയിം അറിയത്തില്ലാതെ ചുമ്മാ കടന്നിട്ട് സഹായികളാണ്, നന്മമരങ്ങളാണ്, അവർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് സഹായിയെ തിരഞ്ഞെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ടീം വർക്ക് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നമ്പർ അടിക്കേണ്ട ആവശ്യം എന്താണ്? ഗെയിം അറിയില്ല. എന്നാൽ ഈ ഗെയിം അറിയത്തില്ലാത്ത മണ്ട ശിരോമണികളെ നല്ല കൃത്യമായിട്ട് ജിസേൽ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ആണുങ്ങളിൽ ഇപ്പോൾ ഷാനവാസ് കാര്യം ഒരു ചെറിയ അമ്മാവനൊക്കെയാണ്, ഉപദേശമൊക്കെ കൂടുതലാണ്. ആദിലയുടെയും നൂറയുടെയും കാര്യത്തിൽ വലിയ കരുതലാണ്. ഇന്ന് റെനയോട് സംസാരിക്കുന്നതിനിടയിൽ വേറൊരു ആകുലത പുള്ളി പങ്കുവെക്കുന്നത് കേട്ടു. 18 വയസ്സുള്ള ഒരാൾക്ക് ബോയ് ഫ്രണ്ടോ, 18 വയസ്സിലൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബോയ് ഫ്രണ്ട് ആവുന്നു എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടികളൊക്കെ ഉള്ള അച്ഛന്മാർക്കൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യം അതല്ലേ. അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഈ ജിസേലിൻ്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട കമൻറ്റൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഷാനവാസാണ് കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു ആംപിയറുള്ള ഒരു ചങ്ങായി അവിടെ. ഇപ്പോൾ ജിസേലിനോട് ചില ചോദ്യങ്ങളൊക്കെ, അത് എഴുന്നേറ്റുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി പുള്ളിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജിസേൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മാനിപ്പുലേഷനാണ്. കേൾക്കുന്ന ആളുകൾക്ക് ജിസേലിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ കൊണ്ടും ആ ഒരു കോൺഫിഡൻസ് ഔട്ട്ലുക്കൊക്കെ കൊണ്ട് ഇതെന്തോ ശരിയാണെന്ന് തോന്നും. ഒരു നാണമില്ലാതെ അക്ബറൊക്കെ അതിനെ വല്ലാണ്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. ആര്യൻ കുറച്ചും കൂടെ ബെറ്ററാണ്. ആര്യൻ എല്ലാ ആൾക്കാരുമായിട്ട് ഇടപെടും എന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ കുറച്ചും കൂടെ ബെറ്ററാണ്. ഇപ്പോൾ ആര്യൻ അനു ഒരു കോംബോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചീപ്പ് ഡിസ്കഷൻ നമ്മളവിടെ കണ്ടു. അപ്പോൾ അതിനകത്ത് ബിന്നിയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റെന ഫാത്തിമയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു റേഞ്ചിൽ അതിൽ ഏറ്റവും ഇപ്പം ജിസേലിൻ്റെ ഒരു സ്വഭാവം പുറത്ത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അനുവിന് എന്നോട് ദേഷ്യം. എന്തോ ആര്യനുമായിട്ട് സൗഹൃദം ഉള്ളതുകൊണ്ട്, ആര്യനുമായിട്ട് അനുവിന് എന്തോ ഒരു ഇതുള്ളത് കൊണ്ടാണ് ജിസേലിനോട് ദേഷ്യം എന്നൊക്കെ പറഞ്ഞ് ജിസേൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കള്ളങ്ങൾ വെച്ചിട്ട് ഒരു വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അനുമോള് റൊട്ടി അടിച്ചു മാറ്റിയെന്ന് ജിസേൽ അടിച്ചു വിടുന്നു, ബ്ലഫ് ചെയ്യുന്നു. അത് കുറേയധികം ആളുകൾ വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ജിസേൽ ശരിക്കും അനുവിനെ അവിടെ ഇമോഷണലി ബ്രേക്ക് ആക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോൾ അനു എന്താണ് എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അനു കട്ടുകൊണ്ട് പോവല്ല, എല്ലാ ആൾക്കാരുടെയും മുമ്പിൽ വെച്ച് എന്തോ ഒരു കോമഡി ചെയ്യുന്നത് പോലെ അവിടെ നിന്ന് ഉപ്പോ പഞ്ചസാരയോ കൊണ്ടുപോകുന്നുണ്ട്, മറ്റേ ഫേസിൽ സ്ക്രബ് ചെയ്യാനൊക്കെ ആയിട്ട്. അത് ആര്യൻ്റെ മുഖത്തൊക്കെ പരീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഒരു സംഭവത്തെയാണ് ജിസേൽ വേറൊരു രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജിസേൽ വേറൊരു രീതിയിൽ ട്വിസ്റ്റ് ചെയ്തുമായിരുന്നു. ഈ മേക്കപ്പ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടും കിച്ചണിലെ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതെന്താ എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ. പക്ഷേ ഇതൊക്കെ ജിസേൽ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഹൗസിലെ ഒരു എക്സിസ്റ്റൻസിന് ഗുണമാകുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ്ലി ഒരു മെച്ചോറിറ്റി ആണുങ്ങൾ വീണു. ഷാനവാസ് തുടക്കത്തിൽ തൊട്ട് ആരുടെയും ഗ്രൂപ്പിൽ പിടി കൊടുക്കാതെ ഒറ്റയ്ക്ക് നടക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ഒരു ഗെയിമുണ്ട് കേട്ടോ, അത് വ്യക്തമാണ്. അത് ഞാൻ അക്ബറിലൊക്കെ കൂടുതൽ പ്രതീക്ഷ എന്നുണ്ടെങ്കിലും ഷാനവാസിന് കൃത്യമായിട്ടൊരു ട്രാക്ക് ഉണ്ട്. ഒരു സൈഡിലേക്കും വലിയില്ല, ഒരു മാറ്റവും ഇല്ല. വന്നപ്പോൾ തൊട്ട് ഒരേപോലെ കളിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വളരെ സേഫായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു വഴി പുള്ളിക്കുണ്ട്. പുള്ളി പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും.
നെഗറ്റീവ് ആവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യും, വെറുപ്പിക്കത്തില്ല ആളുകളെ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വലിയ നോമിനേഷനിലേക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇയാൾ പോകണമെന്നുള്ള ഒരു ചിന്തയൊന്നും ഇട്ട് കൊടുക്കാറില്ല. എപ്പിസോഡിൽ കാണിക്കാത്തതും എന്നാൽ ഹൗസിൽ കാര്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്, വൃത്തി. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന ആൾക്കാരോട് വലിയ സഹതാപം തോന്നുന്നു. എന്നെക്കൊണ്ടൊന്നും പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയധികം പലതരത്തിലുള്ള ആൾക്കാരാണ്, അതും കോമൺ ആയിട്ടുള്ള വാഷ്റൂം സെറ്റപ്പുകൾ, അത് ക്ലീൻ ചെയ്യണം. ആളുകൾ പലരും പല രീതിയിൽ, രാവിലെ ഒരു കൂട്ടം ആൾക്കാർ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതിൻ്റെ ഇടയിൽ ഇവരുടെ ഓരോ ആളുകളുടെയും വൃത്തിയില്ലാത്ത ചില രീതികൾ, ഫ്ലഷ് അടിക്കാൻ മറന്ന കാര്യത്തെ ചോദ്യം ചെയ്യുന്ന ചില സീനുകൾ, മറന്നോ എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന സീനുകൾ, സൗണ്ട് കേട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചോദിക്കുന്ന ചില സംഭവങ്ങൾ, അതേപോലെ തന്നെ കിച്ചണിൽ വാഷ്റൂമിൽ യൂസ് ചെയ്യുന്ന ചൂല് കൊണ്ടുവന്നിട്ട് അത് കോമൺ ആയിട്ട് അത് വെച്ച് ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിലൊരു വൃത്തിയില്ലായ്മയുടെ അങ്ങേയറ്റം. അതിനിടയിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ മറ്റേ ജാസ്മിനെയൊക്കെ ഏറിക്കയറ്റുന്നു, അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റിയ സംഭവമൊക്കെ ജിസേലൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കിച്ചണിൽ നിന്ന് ജിസേൽ കുക്ക് ചെയ്യുന്ന സമയത്ത് തവി കൊണ്ട് കോരി വായിൽ വെച്ചിട്ടൊക്കെയാണ് ടേസ്റ്റൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ചോദിക്കാനും പറയാനൊന്നും അവിടെ ആൾക്കാരൊന്നുമില്ല. വേറെ ചില്ലറ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ഗിസേലും അനുവുമായിട്ടുള്ള ഒരു പ്രശ്നം കിച്ചണിൽ വെച്ച് തന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചിട്ട് എപ്പിസോഡിൽ കാണിച്ചിരുന്നു. അപ്പാനി ശരത്തും അനുവായിട്ടുള്ള പ്രശ്നം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചിട്ട് നമുക്കറിയാം. അതെന്താണ്? അനീഷിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. വെറുതെ ഒരു പിണക്കം, ഒരു ഇതുമില്ലാത്ത ഒരു പിണക്കം. അതിനുശേഷം പണിപ്പുര ടാസ്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പണിപ്പുര ടാസ്ക് ഇപ്പം നിലവിലത്തെ സിറ്റുവേഷനിൽ ഹൗസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം പല ആളുകൾക്കും അവരുടെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ ഒരു ടാസ്കിൽ കൂടെ അച്ചീവ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു മത്സരം കൂടി ഇപ്പോൾ ഫോമായി വന്നിട്ടുണ്ട്. ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ സ്ത്രീകളിൽ ആർക്കെങ്കിലുമൊക്കെ കിട്ടുമോ? അത് കിട്ടിയാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അകത്തേക്ക് പോകുന്ന ഏത് മിടിക്കാവാനായിട്ടുള്ള സാധനങ്ങളൊക്കെ സ്വയം എടുത്തുകൊണ്ട് വരിക എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ മത്സരമുണ്ട്. അപ്പോൾ അതിൽ ജിസേലിന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുമോൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലൊക്കെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ഒരു ആത്മനിർവൃത്തി അടയാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഒനിലും ശാരികയും പുറത്തു പോയതിൻ്റെ വഴി ഒരു 3000 മിച്ചം പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 2 ഘട്ടങ്ങളായിട്ടാണ് ഈ പണിപ്പുര ടാസ്ക് നടത്തിയത്. ആദ്യം ഏതാണ്ട് 5-6 പേരും പിന്നീട് 10 പേരും ഒക്കെയാണ് ഇതിനകത്തേക്ക് കയറുന്നതായി കാണിച്ചത്. അപ്പോൾ ഇത്രയധികം ആളുകൾ ഇതിനകത്തേക്ക് കയറി, ആൾ കൂടിയ പാമ്പ് ചാവത്തില്ല എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഇത്ര പേര് ഇതിനകത്തേക്ക് ചാടി കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവർ വലിയ കുഴപ്പമില്ലാതെ ആ ഒരു പണിപ്പുര ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. കുറേയധികം സാധനങ്ങളൊക്കെ കിട്ടി. അവിടെ നമ്മൾ ജിസേലിനെയും ആര്യനെയൊക്കെ കൃത്യമായിട്ട് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അവർ നല്ല കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അനീഷിനെ ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ടൊന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. കാരണം അനീഷിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം അനീഷ് ഇന്നലെ നല്ല രീതിയിൽ അത് ചെയ്തതാണ്. പക്ഷേ ഇവർ അങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു ഈഗോ മനസ്സിൽ വെച്ചിട്ട് ആ ഒരു പരിഗണനയൊന്നും അനീഷിന് കൊടുക്കുന്നില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പം വ്യക്തിവൈരാഗ്യം എന്നൊക്കെ അപ്പാനി പറഞ്ഞാലും ഏറ്റവും കൂടുതൽ വ്യക്തിവൈരാഗ്യം കാണിക്കുന്നത് അനീഷിൻ്റെ അടുത്താണ്, അപ്പാനി അടക്കമുള്ള ആൾക്കാർ. നമുക്ക് ഹൗസിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേന് നല്ല രീതിയിൽ എന്തെങ്കിലും സപ്പോർട്ട് തരാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്യണം, ഈഗോ മാറ്റി വെച്ചിട്ട്. അതിവർ ചെയ്യുന്നില്ല. ഇതിനോടൊപ്പം പറയാൻ വിട്ടുപോയൊരു സംഗതി, മറ്റേ നിവിൻ്റെ പരിപാടി, ഈ ഭക്ഷണ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് ക്യാമറയുടെ മുൻപിൽ വന്നിരുന്ന് കഴിക്കുക. ആദ്യമൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നലെ ഇന്നുമൊക്കെ ആയപ്പോഴത്തേന് എന്തോ ഒരുമാതിരി ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു. എന്തോ ആരോ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടു, ക്യൂട്ട്നെസ് മെഴുകല. അത് തന്നെയാണ് നിവിൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ മുഴുവൻ ഈ നിവിനെ ആളുകൾ ഈ ജയിൽ നോമിനേഷനിലേക്ക് ഇടുന്ന സമയത്തൊക്കെ നിവിൻ ഈ ക്യൂട്ട്നെസ് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അത് കുറേയധികം ആളുകൾക്ക് അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ നിവിൻ്റെ ഈ ഒരു ബിഹേവിയറിനെ കുറിച്ചിട്ട് സ്ത്രീകൾക്കിടയിൽ കാര്യമായിട്ട് തന്നെ ഒരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇതിന് ശേഷമാണ് ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു നോമിനേഷൻ നടക്കുന്നത്. 3 പേരെ തിരഞ്ഞെടുക്കണം ഈ ഒരു ടാസ്കിലേക്ക്. ആര്യനെയും ജിസേലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആര്യൻ ഓക്കെ, ടാസ്ക്കൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ജിസേലും ടാസ്ക്കൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് പോകുമ്പോഴത്തേന് അതൊരു അംഗീകാരം കൂടിയാണ്. ഈ ജയിൽ നോമിനേഷനിലേക്ക് ഇടാനായിട്ട് പറ്റത്തില്ല, അത് ഫ്രീ ആവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. കാര്യമായിട്ട് തന്നെ റൂള് ബ്രേക്ക് ചെയ്യുന്ന, ഒരു തരത്തിലും ബിഗ് ബോസിനെ ബഹുമാനിക്കാത്ത, നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ നമ്മുടെ നാടിൻ്റെ രീതികൾക്ക് യോജിക്കാത്ത സ്ട്രാറ്റജികളൊക്കെ ആയിട്ട് വരുന്ന ഒരാളെ അത്രമാത്രം പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ബിഗ് ബോസ് കാല് പിടിച്ച് പറഞ്ഞു,
ലാലേട്ടൻ പറഞ്ഞ്. എന്നിട്ടും ജിസേലിന് ഒരു വകവെപ്പുമില്ല. ജിസേൽ പറയുന്നത് അത് ജിസേലിൻ്റെ സ്മാർട്ട്നെസ് ആണ്, അതൊരു ഗെയിമാണെന്നൊക്കെയാണ്. അത് കേട്ടിട്ട് കുറേ അനുമോള് പറഞ്ഞ ഭാഷയിൽ പറയുന്ന കുറച്ച് ആൾക്കാർ അത് ജിസേലിൻ്റെ ഗെയിമാണ്, അത് ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ശൈത്യ നോമിനേറ്റ് ചെയ്തത് ആര്യനെയും അഭിലാഷിനെയാണ്. ഈ അഭിലാഷ് ഒരു സേഫ് ഗെയിമറായി പോകാനായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഹൗസിൽ മൊത്തത്തിലുണ്ട്. അഭിലാഷ് ആദ്യ ഘട്ടത്തിൽ വൻ അമിത ആവേശ് കുമാറൊക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് പുള്ളി ഒതുങ്ങി. ആളുകൾക്ക് വിമർശനമൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അങ്ങ് ഒതുങ്ങി. ഇപ്പോൾ ഒരു സേഫ് പ്ലേ ആണ്. ഏതായാലും ഇങ്ങനെ സേഫായിട്ട് എല്ലാ ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ സന്തോഷിച്ച് സ്നേഹിച്ച് നിൽക്കുന്ന അഭിലാഷിനെ ക്യാപ്റ്റനാക്കാനായിട്ട് പരക്കെ ഒരു ആഗ്രഹമുണ്ട്. ബിന്നി ആര്യനെയും അപ്പാനി ശരത്തിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ഈ അപ്പാനി ബിന്നി എന്നൊക്കെ പറയുന്ന ആൾക്കാരിപ്പോൾ ഒരു ചെറിയ പരദൂഷണ ഗ്യാങ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാങ്ങിൻ്റെ ഒരു സപ്പോർട്ട് അപ്പാനി ശരത്തിന് കാര്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അനു അഭിലാഷിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്യുന്നു. സരിക അഭിലാഷിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്യുന്നു. രേണു സുധി ആര്യനെയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ആര്യൻ അഭിലാഷിനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. അപ്പാനി ആര്യനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. അപ്പാനി ശരത്തൊക്കെ ഭയങ്കര മറ്റേ മണ്ടൻ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജിസേലിനെ കുറിച്ചിട്ട് ഇവർ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാൾ, ടീം പ്ലെയർ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ജിസേലിൻ്റെ സ്ട്രാറ്റജിയാണ്. ഇവരെന്തെങ്കിലും ഒരു എതിരഭിപ്രായം പറയാനായിട്ടുള്ള ആർജവം കാണിച്ചു നോക്കട്ടെ, അപ്പം ജിസേലിൻ്റെ കളി കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഷാനവാസ് ഇന്ന് ജിസേലിനെ കാര്യമായിട്ട് തന്നെ ചോദ്യം ചെയ്തു. അപ്പോൾ ജിസേലിൻ്റെ സ്വഭാവം മാറി. ജിസേൽ പലയിടത്തും പതറിപ്പോയി. അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ കഴിവില്ലാത്ത കുറേയധികം ആളുകളെ കാണുമ്പോൾ ജിസേൽ ഇതൊന്നും എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് അല്ല എന്നുള്ളതുകൊണ്ട് സ്നേഹത്തോടെ പെരുമാറുന്നത് ഒരു അംഗീകാരമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഈ അപ്പാനി ശരത്തൊക്കെ. ബിൻസി ആര്യനെയും ശരത്തിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ജിസേൽ ആര്യനെയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ജിസേലിൻ്റെ തെരഞ്ഞെടുപ്പുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ താഴെ നിൽക്കുന്ന, ചോദ്യം ചെയ്യാത്ത, തനിക്ക് ഭീഷണിയില്ലാത്ത ആണുങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് ഒരു വലിയ കാര്യമാണ്. അക്ബർ ജിസേലിനെയും ശരത്തിനെയും നോമിനേറ്റ് ചെയ്യുന്നു. അക്ബറിനൊക്കെ അങ്ങ് ഒലിക്കുകയാണ്. ഷാനവാസ് അഭിലാഷിനെയും നെവിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ഷാനവാസ് നെവിനെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. നെവിൻ മൊത്തത്തിൽ മടുപ്പിക്കുന്നുണ്ട്. അനീഷിൻ്റെ വേറൊരു പതിപ്പാണ്. ഭക്ഷണം അടിച്ചു മാറ്റും, മൊത്തത്തിൽ ഗെയിം തമാശയാക്കും. മൊത്തത്തിൽ നെവിൻ കണ്ടസ്റ്റൻസിനെ മടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം അവനൊന്ന് അറിയേണ്ടതുണ്ട്. അഭിലാഷ് ആര്യനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. നെവിൻ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു. നെവിൻ പറയുന്നത് 100% ജിസേൽ ഇവിടെ വന്ന് ഭരിക്കണം എന്നൊക്കെ ഉള്ളതാണ്. ജിസേൽ ഭരിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. അനീഷ് ആര്യനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ആര്യൻ അഭിലാഷിനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. എനിക്ക് മനസ്സിലാവാത്തത് എന്തടിസ്ഥാനത്തിലാണ് ഇവർ ജിസേലിനെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വ്യാപകമായിട്ട് നോമിനേറ്റ് ചെയ്തത്. കാരണം ജിസേലിന് ആ ഒരു നോമിനേഷനിലേക്ക് വരാനായിട്ടുള്ള ഒരു അർഹതയില്ല. ജിസേലിൻ്റെ ഗെയിം ഇവർക്ക് മനസ്സിലായിട്ടില്ല. ജിസേൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ ശരിക്കും ഇന്നസെൻസിനെ യൂസ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. ഇതിനുശേഷം ജയിൽ നോമിനേഷൻ. മോശം പ്രകടനം കാഴ്ചവെച്ച ആൾക്കാരാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. ജിസേൽ ഓൾറെഡി സേഫായി. ഇപ്പോൾ ജിസേൽ സേഫ് അല്ലെങ്കിലും ആരും നോമിനേറ്റ് ചെയ്യത്തില്ല. അനീഷ് രേണുവിനെയും സരികേനെയും നോമിനേറ്റ് ചെയ്യുന്നു. ടാസ്കിൽ പെർഫോം ചെയ്യുന്നില്ല. ഷാനവാസ് നിവിനെയും സരികയും നോമിനേറ്റ് ചെയ്യുന്നു. സരിക പെർഫോം ചെയ്യുന്നില്ല. നിവിൻ്റെ കളികൾ. അഭിലാഷ് നെവിനെയും അതേപോലെ തന്നെ അനീഷിനെയും നോമിനേറ്റ് ചെയ്യുന്നു. അനീഷിൻ്റെ വെറുപ്പിക്കലെ കാര്യങ്ങൾ. ബിന്നി രേണുവിനെയും നെവിനെയും നോമിനേറ്റ് ചെയ്യുന്നു. അനു നെവിനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു. പക്ഷേ ജിസേലിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആൾക്കാരെല്ലാം കൂവി. അപ്പോൾ അത് അനുവിന് വീണ്ടും വലിയ വിഷമമായി. അതുകൊണ്ട് തന്നെ പിന്നെ രേണുവിനെ നോമിനേറ്റ് ചെയ്തു. ആദില നൂറ നെവിനെയും സരികേനെ നോമിനേറ്റ് ചെയ്യുന്നു. രേണു സുധി നെവിനെയും സരികയെ നോമിനേറ്റ് ചെയ്യുന്നു. സരിക അനുവിനെയും രേണുവിനെ നോമിനേറ്റ് ചെയ്യുന്നു. ശൈത്യ രേണുവിനെ നോമിനേറ്റ് ചെയ്യുന്നു. നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. ആര്യൻ നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. കള്ളൻ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്ന കാര്യം പറഞ്ഞിട്ടാണ് പല ആളുകൾ നോമിനേറ്റ് ചെയ്തത്. അപ്പാനി ലാസ്റ്റ് ജയിൽ ടാസ്ക് നന്നായിട്ട് ചെയ്യാത്തതുകൊണ്ട് അപ്പാനിയെ നോമിനേറ്റ് ചെയ്യുന്നു. അക്ബർ രേണുവിൻ്റെ പേര് പറയില്ല എന്ന് പറയുന്നത് അത് രസമുണ്ടായിരുന്നു. കാരണം പേര് പറഞ്ഞാൽ മൊത്തത്തിൽ അക്ബറും രേണുവും തമ്മിലുള്ള ആ ഒരു സംഭവത്തിന് ഒരു അവസാനമായിട്ടില്ല. രേണു ഇപ്പോഴും അതൊരു കാർഡായിട്ട് ഇറക്കി കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അക്ബർ നിവിനെ നോമിനേറ്റ് ചെയ്യുന്നു. അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു. അനുമോൾ ആ ടീമിൽ വർക്ക് ചെയ്തില്ല എന്നൊക്കെ ഉള്ളതാണ് ആ ഒരു ടാസ്ക്. സരികയുടെ സഹായികളായിരുന്നല്ലോ. അതേപോലെ തന്നെ രേണു അക്ബറിനെ നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. ശരത്ത് അപ്പാനി അനുവിനെ നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. ബിൻസി നെവിനെയും രേണുവിനെ നോമിനേറ്റ് ചെയ്യുന്നു. നെവിൻ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു.
കാരണം മറ്റേ ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, റാങ്കിങ് ടാസ്ക്. അതിൽ അക്ബർ അനീഷിന് ഫസ്റ്റ് കൊടുത്തില്ല എന്നുള്ളതാണ്. സമയം കളഞ്ഞു. ജിസേൽ രേണുവിനെയും അനുവിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് മറ്റേ പ്രശ്നം സംഭവിക്കുന്നത്. ഈ റൊട്ടി എടുത്തുകൊണ്ട് പോയി, ഭക്ഷണം എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അനുവിൻ്റെ കിളി പോകുന്നു. അനു വന്നിട്ട് കൈവയ്ക്കുന്നു. വലിയ കാര്യമായിട്ടുള്ള പ്രഹരമൊന്നും ഏറ്റില്ല, എന്നാലും അതൊരു ഫിസിക്കൽ അസോൾട്ടായിട്ടൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ്. ജിസേൽ അത് ക്യാമറയോട് പറയുന്നുണ്ട്. അനുവിനെ പുറത്തു വിടണം എന്നുള്ളത് പിടിവാശിയോടെ പറഞ്ഞില്ല എങ്കിൽ കൂടെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ റൊട്ടി എടുത്തുകൊണ്ട് പോയത് കണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വന്നപ്പോഴത്തേന് പിന്നെ ഹരാസ് ചെയ്തു, സ്റ്റോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അനുമോൾ ജിസയിൽ ചീത്ത വിളിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞു. അനുമോൾ കാര്യം കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. അത് ഭയങ്കര മോശമായിട്ട് ആളുകൾ നോക്കി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും അനുമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെയുള്ള കുറച്ച് ലേഡീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ബിൻസി പറഞ്ഞ എന്താണ്, ജിസയിലേക്ക് ഇന്നലെ വന്നവൾ, നീ ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ടവൾ എന്നൊക്കെ പറയുമ്പോഴത്തേന് അനുമോളൊന്ന് പവറായി വരുന്നുണ്ട്. അതേപോലെ അനുമോൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതിനുശേഷം മൈജിയുടെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിൽ മറ്റേ സ്വാഭാവികമായിട്ടും ആര്യൻ പാനി ജിസയിലൊക്കെ ഉള്ള ടീമിൻ്റെ പെർഫോമൻസ് മികച്ചതായി നിന്നു. ബാക്കിയുള്ള ആളുകളുടെ പതിവ് സ്റ്റെപ്പുകളും പരിപാടിയൊക്കെയാണ്, വലിയ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷനൊന്നും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ എനിക്കത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. മൊത്തത്തിൽ ഈ സ്പോൺസർ ടാസ്കുകൾ അത്ര എനിക്ക് എപ്പിസോഡിൽ അങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റാറില്ല. ഇതിന് ശേഷം ജയിലിലേക്ക് ആളെ പറഞ്ഞു വിടുന്നു. സരിക, നെവിൻ, അതേപോലെ തന്നെ രേണു. സരിക പുറത്താണ്, രണ്ടാൾക്കുള്ള സൗകര്യമേ ജയിലിലുള്ളൂ. ഇപ്പോൾ നാരങ്ങ അച്ചാറിടുക, നെല്ലിക്ക അച്ചാറിടുക തുടങ്ങിയ പരിപാടികളൊക്കെയാണ്. ഈ അകത്തു നിന്ന് പുറത്തേക്ക് നാരങ്ങ എറിയണം, അതെടുത്ത് ഭരണിയിലിടണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ്. ഏതായാലും കാണാം. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് ഹൗസിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള 3 ഗ്രൂപ്പുകളുണ്ട്. അതിലൊന്ന് മറ്റേ അക്ബർ, അപ്പാനി, ജിസേൽ, ആര്യൻ, ബിന്നി, റെന എന്നിവരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അതിൽ അപ്പാനി ശരത്തിന് ലോസാണ് ആ ഗ്രൂപ്പിൽ നിൽക്കുന്നത്. റെന തീർന്നു. സരികയൊന്നും ഒരു ഗുണമില്ല. ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ ഇവർ തമ്മിൽ കളിക്കും. ഇവർ സ്ട്രോങ് പ്ലെയേഴ്സാണ്. പിന്നുള്ളൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അനുമോൾ, ആദില, നൂറ, ബിൻസി, ശൈത്യ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ്. പിന്നീടുള്ള ഗ്രൂപ്പിൽ ഷാനവാസ്, നെവിൻ, ഒനിൽ, അഭിലാഷ് തുടങ്ങിയ ആൾക്കാർ. അനീഷിനെ ഞാനൊരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് ഒരു വ്യക്തിയായിട്ടാണ് കൂട്ടുന്നത്. അനീഷ് പിന്നെ ഇവരുമായിട്ടും ചേരത്തില്ല, അവരുമായിട്ടും ചേരത്തില്ല. ഈ ഷാനവാസും അതേപോലെ തന്നെ നമ്മുടെ അഭിലാഷും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകുന്നുണ്ട്. അവർ കുറച്ചും കൂടെ ഫെയർ ഗെയിമിൻ്റെ ഒക്കെ ആൾക്കാരാണ്. കുറച്ചും കൂടെ മെച്യൂർഡായിട്ട് നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.